ആരെയും കുറ്റപ്പെടുത്താനോ തള്ളിപ്പറയാനോ വേണ്ടിയിട്ടൊന്നുമല്ല ഈ വീഡിയോ എടുക്കുന്നത്. ഈ റോഡിൻ്റെ അവസ്ഥ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പിള്ളേരെ സ്കൂൾ തുറക്കുവാണ് ജൂൺ 1-ന്. അവർ സൈക്കിളിലും നടന്നൊക്കെ പോകുന്നത് തെന്നി വീണ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് ഭയങ്കര വിഷമമാവും. നമ്മുടെ ഈ വാർഡിൻ്റെ മെമ്പറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് നേരിട്ട് ചെന്ന് പറയാനും ഓടിച്ചെന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പറയാനും നമുക്ക് ആകെയുള്ള മെമ്പറാണ്. ആദ്യം ചെന്ന് പറയേണ്ട മെമ്പറിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ കാട്ടിൽ റോഡിൻ്റെ സ്ഥിതിയാണ് ഈ കാണുന്നത്. റോഡ് അനുവദിച്ച് കിടക്കുവാണ്. വെളിയത്തെ അവിടം വരെ റോഡ് വന്നിട്ടുണ്ട്. ബാക്കിയും കൂടെ ടാർ ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുകയാണ്. എത്രയും വേഗം ഈ റോഡിൻ്റെ പണി തീർത്ത് തരണം. പ്രായമായവരൊക്കെ പോകുന്ന വഴിയാണ്. നിലവിൽ വെളിയത്ത് ഭാഗം വരെ ടാറിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മുടെ പിള്ളേരുടെ സുരക്ഷയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മക്കൾ പുതുതായിട്ട് യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലോട്ട് പോകുമ്പം ചെള്ളയും വെള്ളമൊക്കെ ദേഹത്ത് തെറിച്ച് സ്കൂളിലോട്ട് പോകുന്ന രംഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇതുവഴി പോകുന്ന പ്രായമായ ആൾക്കാർക്കും എല്ലാ ആൾക്കാർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ കിടക്കുന്നത്. മഴക്കാലമാണ് വരുന്നത്. റോഡ് ഇനിയും നശിക്കും. അതിനു മുമ്പായിട്ട് ഈ റോഡിൻ്റെ വർക്ക് വേഗം തീർത്ത് ടാർ ചെയ്ത് തരണമെന്ന് അപേക്ഷിക്കുന്നു. ഈ റോഡ് മാത്രമല്ല, ഫിഷറീസ് റോഡ്, ഈ പ്രദേശത്തുള്ള ഒട്ടുമിക്ക റോഡിൻ്റെയും അവസ്ഥ ഇതാണ്. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അധികാരികൾ കണ്ണു തുറക്കുമെന്ന് വിശ്വസിക്കുന്നു.